താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ്. ഒരു ചോദ്യത്തോടെ തുടങ്ങാം. എന്തുകൊണ്ടാ വിശുദ്ധ വേദപുസ്തകത്തിൽ സഭയെ അഥവാ വിശ്വാസിയെ മണവാട്ടിയായും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മണവാളനായും ചിത്രീകരിച്ചിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 9-ാമത്തെ വാക്യം. അതുപോലെ മറ്റൊത്തിരി ഭാഗങ്ങളിൽ അത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിലും വളരെ വ്യക്തമായി തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അவ்விധത്തിൽ സഭയെ ചിത്രീകരിച്ചിട്ടുണ്ട്. അറിയാമോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്കറിയില്ല. അടിസ്ഥാനമില്ലാത്തത് ഇളകിപ്പോകും. അടിസ്ഥാനമുള്ളത് ഉറച്ചു നിൽക്കും, വൻമഴയിലും കൊടുങ്കാറ്റിലും തകരാതെ. അപ്പോൾ എന്നെ കേൾക്കുന്ന ചിലർക്കൊരു സംശയം ഉണ്ടായേക്കാം. ആ സംശയം ഇങ്ങനെ ചോദ്യമായി പുറത്തു വന്നെന്നും ഇരിക്കാം. വൻമഴയും കൊടുങ്കാറ്റും ഇപ്പോഴും അത് തന്നെയാണല്ലോ. ഇനി വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് എന്തിനല്ലേ? ചോദ്യം ശരിയാണ്. എന്നാൽ ഇതൊരു സീസണാണ്. ഈ കാറ്റും മഴയും ഇതൊരു സീസണാണ്. ഇത് കഴിയും, മാനം തെളിയും. അടിസ്ഥാനമുള്ള നീ ഉറച്ചു നിൽക്കും. അതേ അടിസ്ഥാനമുള്ള ചിലർ ഇന്ന് ഉറച്ചു നിന്ന് പ്രശ്നങ്ങൾ മാറിയ തെളിഞ്ഞ ആകാശം, തെളിഞ്ഞ ഭാവി കാണുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ ഇന്നായിരിക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും മാറി സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്ന പുതിയ പ്രഭാതങ്ങൾ, പുതിയ പുലരികൾ നിങ്ങൾക്കുണ്ടാകുവാൻ പോവുക. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. അപ്പോൾ പ്രാർത്ഥനയോടെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തീയ വിശ്വാസ പ്രകാരം വിവാഹം ചെയ്തിട്ടുള്ളവർക്ക് ആ വിവാഹ പ്രതിജ്ഞ ഓർമ്മയുണ്ടായിരിക്കും. എന്താണ്? സുഖത്തിലും ദുഃഖത്തിലും ജീവനുള്ളതുവരെയും, അല്ലേ? ഇതല്ലേ അടിസ്ഥാനം. വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീയും പുരുഷനും ഒരുമിച്ചെടുക്കുന്ന തീരുമാനം, പരസ്പരം കൈമാറുന്ന ആ ഉറപ്പ് ദൈവസന്നിധിയിൽ. ആ ഉറപ്പൊക്കെ പോയ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഒപ്പം നിൽക്കുവാൻ കഴിയാതെ, എൻ്റെ പ്രിയപ്പെട്ടവൻ എനിക്കൊപ്പമില്ല, എൻ്റെ പ്രിയപ്പെട്ടവൾ എനിക്കൊപ്പമില്ല. എൻ്റെ നല്ല കാലത്ത്, ആരോഗ്യമുള്ള സമയത്ത് ഉണ്ടായിരുന്നു. ഇന്ന് കഷ്ടത വന്നപ്പോൾ, ഞാൻ രോഗിയായി തീർന്നപ്പോൾ കരയുക സഹോദരി. മറ്റുള്ളവർ എന്നെക്കുറിച്ച് വേണ്ടാത്തനം പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകന്നുപോയി. എൻ്റെ ഭാര്യ എനിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നപ്പോൾ, നല്ല തൊഴിലുണ്ടായിരുന്നപ്പോൾ, നല്ലവണ്ണം അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുവാൻ കഴിയുമായിരുന്നപ്പോൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ഇല്ല. തെറ്റ്. ഒപ്പം നിൽക്കുക, സുഖത്തിൽ മാത്രമല്ല ദുഃഖത്തിലും. അപ്പോൾ ഇത് തന്നെയാണ് ദൈവവും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഒപ്പമായിരിക്കുക. താ 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 എന്ന് വിളിച്ച് നിലവിളിച്ച് കിട്ടുമ്പോൾ മാത്രമല്ല, പ്രതീക്ഷയോടെ നോക്കി ഒന്നും കിട്ടാതെ കണ്ണുകൾ പിൻവലിക്കേണ്ടി വരുമ്പോഴും നീ കർത്താവിനൊപ്പം തന്നെ ആയിരിക്കുക. നിന്റെ ഭർത്താവിനൊപ്പം ആയിരിക്കുന്നത് പോലെ, നിന്റെ ഭാര്യയ്ക്കൊപ്പമായിരിക്കുന്നത് പോലെ ദൈവത്തിനൊപ്പമായിരിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് കഴിയുന്നുണ്ടോ? ഇതാണ് അടിസ്ഥാനം. ഈ അടിസ്ഥാനമില്ലാത്തത് കൊണ്ടാണ് പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. കാരണം കിട്ടണം, വേണം, അതൊക്കെ നല്ലതാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് നേടിയെടുക്കേണ്ടത് തന്നെയാണ്. ദൈവത്തിന് അതൊക്കെ തരുവാൻ കഴിയും. എങ്കിലും ചിലപ്പോഴെങ്കിലും നാം ചോദിക്കുന്ന സമയത്ത് കിട്ടാതെ വരും. അത് നമ്മോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് കൊണ്ടോ അല്ല. ചോദിക്കുന്ന നാം അറിയുന്നതിനേക്കാൾ അത് എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം, അല്ലെങ്കിൽ ആ വിടുതൽ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട തക്ക സമയമെന്നറിയുന്ന നല്ല കർത്താവാണ് നമ്മുടെ കാന്തൻ. ആമേൻ. അവനറിയാം എപ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടത്, എപ്പോൾ അത് ലഭിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷത്തിന് പൂർണ്ണതയുണ്ടാകുന്നത്, എപ്പോഴത് ലഭിക്കുമ്പോഴാണ് നമുക്ക് നല്ലവണ്ണം അത് ഉപയോഗിക്കുവാൻ കഴിയുന്നത്, എപ്പോഴത് ലഭിക്കുമ്പോഴാണ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന പല കാര്യങ്ങളും തന്നെ എപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനും കാരണമായത് മാറുന്നത്. നോക്കിയേ, അவ்விധത്തിൽ സുഖത്തിലും ദുഃഖത്തിലും കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം ചേർന്നിരിക്കുന്ന രണ്ട് സഹോദരിമാരുടെ ജീവിതത്തിലൂടെ അല്പമായി നമുക്കൊന്ന് മുൻപോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥമായി ജീവിച്ചായിരിക്കുന്ന രണ്ട് സഹോദരിമാർ. അവർക്കൊരു സഹോദരനുണ്ട്. സഹോദരന്റെ പേര് ലാസർ എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായി. സഹോദരിമാർ മാർത്തയും മറിയയും അല്ലാതെ മറ്റാരുമല്ല. അവർ സന്തോഷത്തിലായിരിക്കുന്നു. ആ സമയത്ത് സഹോദരിമാർ കർത്താവായ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുകയാണ്, അല്ലെങ്കിൽ ശുശ്രൂഷിക്കുവാൻ, കർത്താവിനൊപ്പമായിരിക്കുവാൻ മത്സരിക്കുകയാണ്. നമുക്കും ഇഷ്ടമാണ് കർത്താവിന് വേണ്ടി പലതും ചെയ്യണം, കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പമായിരിക്കണം, വിശ്വാസം വിളിച്ചു പറയണം. എപ്പോൾ? നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ. അതിനൊക്കെ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. സന്തോഷത്തിൽ അവർ ഒപ്പമായിരിക്കുന്നു. നമ്മെ പോലെ തന്നെ
കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ മത്സരിക്കുന്നുമുണ്ട്. മറിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ അവന് വില കൊടുക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരാൾ കടന്നു വരുമ്പോൾ അയാൾ നമ്മോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ഫോണും എടുത്തു വെച്ച് തോണ്ടി ഇരുന്നാൽ അത് അയാളെ അപമാനിക്കുന്നത് തുല്യമാണ്. അയാൾക്ക് വില കൊടുക്കുന്നില്ല, അതിന് തുല്യമാണ്. അത് പുറത്തു നിന്ന് വരുന്നവരാകട്ടെ, അകത്തുള്ള നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരോ ആകട്ടെ, അവർ നിങ്ങൾക്കൊപ്പമായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അവരിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ അതവരെ അപമാനിക്കുന്നതിനും വില കൊടുക്കാത്തതിനും തുല്യമാണ്. പിന്നീട് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ കൊതിയോടെ നോക്കിയിരിക്കും, പക്ഷേ അവർ വാ തുറക്കത്തില്ല. അതിനുള്ള ഇട കൊടുക്കരുത്. ഇവിടെ സഹോദരി മാർത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വരുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. ഓ, എന്ത് സന്തോഷം! അപ്പുറത്ത് മറിയയോ, അവൾ വിപ്രാളപ്പെടുകയാണ്. യേശുവിന് എന്ത് കൊടുക്കണം? ഇതാ യേശു എൻ്റെ വീട്ടിൽ കടന്നു വന്നിരിക്കുന്നു, യേശു ഞങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്നു, യേശുവിന് എന്ത് കൊടുക്കണം? എന്ത് ചെയ്താലാണ് മതിയാകുക? പ്രിയരെ, അതൊരു സന്തോഷമാണ്. ദൈവമുള്ളവൻ്റെ ജീവിതത്തിലെ സന്തോഷം. എന്ത് ചെയ്യണം? എൻ്റെ യേശുവിന് വേണ്ടി എന്ത് ചെയ്യണം? കർത്താവിൻ്റെ നാമം ഉയരുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതം മാറുന്നത് അവിടെ മുതലാണ്, അല്ലേ? ഭാര്യയായി ഭർത്താവായി എന്നെ കേൾക്കുന്നവർക്കറിയാം, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളൊരു വാഞ്ച. എത്ര ചെയ്താലും പോരാ, എൻ്റെ ഭാര്യയ്ക്ക് ഇനിയും പലതും ചെയ്യണം. എൻ്റെ ഭാര്യയ്ക്ക് ഈ ഡ്രസ്സ് പോരാ, കുറച്ചുകൂടെ വില കൂടിയ ഡ്രസ്സ് വേണം. അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, അവളോടൊപ്പം കുറച്ചുകൂടെ സമയം എനിക്ക് ചിലവഴിക്കണം, അവളെ കുറച്ചുകൂടെ കെയർ ചെയ്യണം, എൻ്റെ ഭർത്താവിനോട് എനിക്ക് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കണം, എൻ്റെ ഭർത്താവിന് വേണ്ടി എനിക്ക് ഇനിയും പലതും ചെയ്യണം. ഇങ്ങനെ അധികമായി വാഞ്ചിക്കുന്ന ഭാര്യയും ഭർത്താവും, അയ്യോ എന്ത് സന്തോഷം നിറഞ്ഞ കുടുംബമായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ അധികമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബം, ഓ, അതൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം തന്നെ ആയിരിക്കും. വഴിയെ പറയാം. നോക്കിയേ, സന്തോഷത്തിൽ അവർ യേശുവിനൊപ്പമായിരിക്കുകയാണ്. തുടർന്ന് അവരുടെ ജീവിതത്തിൽ ദുഃഖം കടന്നു വന്നു. വൻമഴയും കൊടുങ്കാറ്റും മാറി മാനം തെളിഞ്ഞതുപോലെ പിന്നെയും മാനം കറക്കും, വൻമഴ പെയ്യും, കൊടുങ്കാറ്റ് വീശും. ജീവിതത്തിലും അത് തന്നെയാണ്. സന്തോഷം ഒരു വശത്തുള്ളപ്പോൾ തിരിച്ചറിയുക, ഇപ്പുറത്ത് ദുഃഖമുണ്ട്. നാം സന്തോഷത്തിലായിരിക്കുമ്പോൾ മുൻപിൽ ദുഃഖത്തിൻ്റെതായ ഒരു അവസരം കടന്നു വരും. കാരണം ഈ ലോകത്തിലെ ജീവിതം അങ്ങനെയാണ്. അവരുടെ ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം സുഖത്തിലായിരുന്ന പ്രിയ സഹോദരിമാരുടെ ജീവിതത്തിലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മണവാട്ടിമാരുടെ ജീവിതത്തിലും വലിയൊരു ദുഃഖം കടന്നു വന്നു. അവരുടെ പ്രിയനായ സഹോദരൻ മരണപ്പെട്ടുപോയി. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അവസാനിച്ച് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖത്തിലും അവർ യേശുവിനൊപ്പമായിരിക്കുന്നു. അയ്യോ, നോക്കിയേ, നാം എപ്പോഴും സന്തോഷത്തിൽ യേശുവിനൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ദുഃഖം കടന്നു വരുമ്പോഴോ തള്ളിപ്പറയും. അതല്ലേ സംഭവിക്കുന്നേ? നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് കിട്ടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം സന്തോഷകരമായി മുൻപോട്ട് പോകുന്ന സമയത്ത് യേശു നല്ലവൻ, അവൻ വല്ലവൻ, അയ്യോ പൊക്കി യേശുവിനെ എവിടെയൊക്കെയോ കൊണ്ടുപോയി എത്തിക്കും. എന്നാൽ കഷ്ടത കടന്നു വരുമ്പോഴോ, അത് ചെറിയ കഷ്ടതയല്ല. സഹോദരൻ മരണപ്പെട്ടു. വെറുതെ മരണപ്പെടുക മാത്രമല്ല, അവന് പനി പിടിച്ചപ്പോൾ ഈ യേശുവിൻ്റെ അടുക്കൽ ആളെ അയച്ചു. 11-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ വായിക്കുക. ആ ആളെ അയച്ചപ്പോൾ യേശു പറയുക, ഈ ദീനം മരണത്തിനായിട്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ വരുന്നില്ല എന്ന്. എന്നിട്ട് അവിടെ തന്നെ നിന്നു. ലാസർ മരിച്ചു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ വരിക. വലിയ ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ മണവാട്ടിയായിരിക്കുന്നു, സഹോദരിമാരായിരിക്കുന്നു. അവിടെയും അവർ മടികൂടാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് യേശുവിനൊപ്പം ചേർന്ന് നിന്നു. നോക്കിയേ, മണവാട്ടി സുഖത്തിലും ദുഃഖത്തിലും മണവാളനൊപ്പം ചേർന്ന് നിൽക്കുന്നു. യേശുവിനൊപ്പം മാർത്തയും മറിയയും ചേർന്ന് നിൽക്കുന്നു. ഫലം എന്താണ്? അതേ 11-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ദുഃഖം സുഖത്തിന് വഴിമാറി. മണവാളനൊപ്പം സുഖത്തിലും ദുഃഖത്തിലും അവർ ചേർന്ന് നിന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ദുഃഖത്തെ മണവാളൻ സുഖമാക്കി മാറ്റി. അതേ പ്രിയരെ, നിങ്ങളായിരിക്കുന്ന ആ ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇന്നലകളിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നപ്പോൾ ചേർന്ന് നിന്നതുപോലെ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ദുഃഖം സുഖമായി മാറും. ആ ജോലി സ്ഥലത്ത് സഹോദരി നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം, ജോലിയില്ലാതെ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം, ശമ്പളം കിട്ടാതെ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം നേടുവാൻ കഴിയാതെ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത് മാറ്റിവെക്കുവാൻ കഴിയാതെ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം, വീട്ടിൽ അയച്ചു കൊടുക്കുവാൻ കഴിയാതെ
കഴിയാതെ, അവർ പ്രതീക്ഷിക്കുന്നത് വീട്ടിൽ അയച്ചു കൊടുക്കുവാൻ കഴിയാതെ, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം ലോൺ അടയ്ക്കുവാൻ കഴിയാതെ, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം ഭവനം പണിയുവാൻ കഴിയാതെ, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം, അതെ, ആ ദുഃഖത്തെ മണവാളൻ സന്തോഷമാക്കി മാറ്റും. മണവാട്ടിയുടെ ദുഃഖത്തെ മണവാളൻ സന്തോഷമാക്കി മാറ്റും യേശുവിൻ നാമത്തിൽ. ഇന്ന് പകലിൽ ചിലരുടെ ദുഃഖം, തൊഴിൽ മേഖല സംബന്ധമായി ചിലരുടെ ദുഃഖം സന്തോഷത്തിന് വഴിമാറുക യേശുവിൻ നാമത്തിൽ. ചേർന്ന് നിൽക്ക് സഹോദരി. നീ സന്തോഷത്തിൽ ചേർന്ന് നിന്നതുപോലെ ഈ ദുഃഖത്തിന്റെ സമയത്തും മണവാളനായ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ദുഃഖത്തെ എൻ്റെ യേശു സന്തോഷമാക്കി മാറ്റും. ഭർത്താവിന് നിന്നോട് സ്നേഹമില്ല, ഭർത്താവ് നിന്നെ മനസ്സിലാക്കുന്നില്ല, സമയത്തിന് വീട്ടിൽ വീട്ടിലേ വരുന്നില്ല, നിന്റെ കാര്യവും മകളുടെ വിശേഷ ദിവസം പോലും, മകൻ്റെ വിശേഷ ദിവസം പോലും മറന്നതുപോലെ ലോകപ്രകാരം അവൻ ജീവിക്കുന്നു. അതേ, നീ ദുഃഖിതയായിരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ദുഃഖം കടന്നു വന്നിരിക്കുന്നു. സന്തോഷമുള്ളപ്പോൾ നീ യേശുവിൻ്റെ അടുക്കൽ നിന്നതുപോലെ പിറുപിറുക്കാതെ തളർന്നുറങ്ങാതെ യേശുവിനോടൊപ്പം നിന്റെ മണവാളനൊപ്പം, അതേ, നിന്റെ മണവാളനൊപ്പം ചേർന്ന് നിൽക്ക്. നിന്റെ ദുഃഖത്തെ യേശു സന്തോഷമാക്കി മാറ്റും. നിന്റെ ഭർത്താവിനെ തിരികെ വരുത്തി നിന്റെ ദുഃഖത്തെ, അവനില്ലാതിരുന്ന ദുഃഖത്തെ യേശു സന്തോഷമാക്കി മാറ്റും. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. വാതിൽ തുറക്ക്, നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിലേക്ക് കടന്നു വരിക. ഓ, താങ്ക് ഗോഡ്. ആമേൻ. മണവാട്ടിയുടെ ദുഃഖത്തെ മണവാളൻ സന്തോഷമാക്കി മാറ്റും. സഹോദര, നിന്റെ ഭാര്യ മടങ്ങി വരിക. ആ ദുഃഖകാലം കഴിഞ്ഞു പോയി. ഭാര്യയില്ലാത്തവനായി നീ വേദനയോടെ നിരാശയോടെ ആയിരുന്ന ആ ദുഃഖകാലം, അതെ, അവളെ കരങ്ങളിലെടുത്ത് പല നിലകളിൽ നിന്റെ വഴികളെ അടച്ച് നിന്റെ സന്തോഷത്തെ കവർന്ന് സാമ്പത്തികമായി നിന്നെ ചൂഷണം ചെയ്യുവാൻ ശത്രു ഒരുക്കിയ പദ്ധതികൾ, അത് മുഖാന്തരം നീ അനുഭവിക്കുന്ന ദുഃഖം, മണവാട്ടിയെ മണവാളൻ നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ പോകുക. സഹോദര, നിന്റെ ദുഃഖത്തെ എൻ്റെ യേശു സന്തോഷമാക്കി മാറ്റുവാൻ പോകുക. മാതാവേ, പിതാവേ, ചേർന്ന് നിൽക്ക്. കണ്ണുനീരോടെ മാറിപ്പോകരുത്. എനിക്കിനി വയ്യ, എത്ര നാളായി ഞാൻ കരയുന്നു, നീണ്ട വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ കണ്ണുനീർ മാത്രമല്ലേ ബാക്കിയുള്ളൂ. ദൈവദാസരെ, നിങ്ങൾക്കറിയത്തില്ല, എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുള്ളതാ. ഇപ്പോഴും ചിലരുടെ ഉള്ളിൽ വരുന്നത് അങ്ങനെ തന്നെയാണ്. ദൈവദാസനെ, നിങ്ങൾക്കറിയത്തില്ല, എൻ്റെ നല്ല കാലം മുഴുവൻ ഞാൻ കരഞ്ഞു തീർത്തു, ഇന്നിതാ എൻ്റെ മക്കളെ കൊണ്ടും കരയേണ്ടി വന്നിരിക്കുന്നു. അയ്യോ, നീ ആഗ്രഹിക്കുന്നില്ലേ യേശു നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ, യേശു നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ഞാൻ യേശുവിനൊപ്പം ജീവിക്കുമായിരുന്നു, ഞാൻ എൻ്റെ ജീവിതം തന്നെ യേശുവിന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. കിട്ടുമ്പോൾ, ചിലത് ലഭിക്കുമ്പോൾ നീ കൊടുക്കാമെന്ന് ചിന്തിക്കുന്നത് ഈ ഇല്ലായ്മയുടെ മധ്യത്തിലും കൊടുക്ക്. നിനക്ക് ദൈവത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന് നീ പരാതിയോടെ ആയിരിക്കുന്ന ഈ സമയത്തും നിന്റെ മണവാളന് കൊടുക്ക്. നിന്റെ മണവാളനൊപ്പം നീ ചേർന്ന് നിൽക്ക്. നിന്റെ ദുഃഖത്തെ മണവാളൻ സന്തോഷമാക്കി മാറ്റും. മക്കളെ കുറിച്ചോർത്ത് വേദനയോടെ നിരാശയോടെ ദുഃഖിച്ച് കരയുന്ന മാതാവേ, പിതാവേ, തലമുറകളെ കുറിച്ചുള്ള ദുഃഖത്തിനെ എൻ്റെ യേശു സന്തോഷമാക്കി മാറ്റുവാൻ പോകുക. മണവാട്ടിയേ, മണവാട്ടിയേ, നിന്റെ ദുഃഖത്തെ മണവാളൻ സന്തോഷമാക്കി മാറ്റുവാൻ പോകുക. എൻ്റെ മണവാളൻ, നിന്റെ മണവാളൻ നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ പോകുക. നിന്റെ തലമുറകളുടെ ദുഃഖം മാറി സന്തോഷം കടന്നു വരുവാനുള്ളത് അവർ ആയിരിക്കുന്ന സ്ഥാനത്തിന്റെ കർത്താവ് അവർക്ക് നൽകുക. നല്ല തൊഴിലായി, നല്ല വിദ്യാഭ്യാസമായി, നല്ല റിസൾട്ടായി, നല്ല ഭാവി ജീവിതമായി, ഓ സ്തോത്രം, നല്ല വിവാഹ ബന്ധങ്ങളായി അവർക്കതുണ്ടാകുവാൻ പോകുക. ചേർന്ന് നിൽക്ക്, നിന്റെ മണവാളനൊപ്പം ചേർന്ന് നിൽക്ക്. പിന്മാറി പോകുന്നവൾ, അയ്യോ, അവൾ മോശം സ്ത്രീയാണ്. ചേർന്ന് നിൽക്കുക. ഏത് കഷ്ടതയിലും ഏത് പ്രതിസന്ധിയിലും നല്ല ഭാര്യ, ഉത്തമയായ ഭാര്യ അങ്ങനെയാണ്. ഒത്തിരി ഭാര്യ സഹോദരിമാരെ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് വിഷമമാണ് ഈ സഹോദരിമാരുടെ സ്നേഹം എന്തുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. പലരും മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല സമയം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സഹോദര, നിന്റെ നല്ല സമയത്ത് നിന്റെ ഭാര്യയുടെ സ്നേഹം മനസ്സിലാക്കി അവൾക്കൊപ്പം ചേർന്ന് നിൽക്ക്. നിന്നോട് തന്നെ സഹോദരി, നിന്റെ നല്ല സമയത്ത് നിന്റെ ഭർത്താവിനൊപ്പം ചേർന്ന് നിൽക്ക്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പല നിലകളിൽ കുറവുകൾ ഉണ്ടെന്ന് വെച്ച് അവനിൽ നിന്ന് അകന്നു പോകരുതേ. നിന്റെ ഈ നല്ല സമയം അത് അവനൊപ്പം ചേർന്ന് നിൽക്ക്. നിങ്ങൾ ചേർന്ന് നിന്ന് സന്തോഷിക്കുക. ഇനി എപ്പോഴാ മൂക്കിൽ പല്ലുകളിത്തിട്ടാണോ? അഡ്ജസ്റ്റ് ചെയ്യേ. ഈ ഇല്ലായ്മയിലും അവനൊപ്പം ചേർന്ന് നിൽക്ക്, അവൾക്കൊപ്പം ചേർന്ന് നിൽക്ക്. അങ്ങനെയുള്ള ഒത്തിരി സഹോദരിമാരുണ്ട്, ഒത്തിരി സഹോദരന്മാരുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും, എത്ര തന്നെ വലിയ രോഗിയായിരുന്നാലും, എനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടായാലും എൻ്റെ ഭാര്യയെ ഞാൻ ചികിത്സിക്കും, അവളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ദൈവദാസനേ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് കരയുന്ന ഒത്തിരി സഹോദരന്മാരെ ഞങ്ങൾക്കറിയാം. എന്നെ എത്ര തന്നെ ഉപദ്രവിച്ചാലും, എനിക്കെതിരായി എന്തൊക്കെ പറഞ്ഞാലും, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എന്നെ എന്തൊക്കെ പറഞ്ഞ് നിന്ദിച്ചാലും, എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം. ദൈവദാസനേ, അവന് വേണ്ടി പ്രാർത്ഥിക്കണമേ, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതേ, അങ്ങനെ അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കുവാൻ കഴിയുമോ? ഇല്ലായ്മയുടെ മധ്യത്തിലും യേശുവിനെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ? ആ ബിസിനസ് തകർച്ചയിലാണ്, അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല, ഇല്ലായ്മയാണ്. ദൈവാലോചന കെട്ട് തുടങ്ങിയതാണല്ലോ,
എനിക്കൊരു വാഗ്ദത്തമുണ്ടല്ലോ, അത് കണ്ടിട്ട് ഇറങ്ങി തിരിച്ചതാണല്ലോ. എന്നിട്ട് ഇതാ പകുതി വഴിയിൽ അയ്യോ യേശു എന്നെ ചതിച്ചു, ഓടിക്കളയരുതേ, അവൻ നിന്റെ മണവാളനാ, ചേർന്ന് നിൽക്ക് മണവാട്ടിയെ. ആ സ്ഥാപനം നഷ്ടത്തിലായത് മുഖാന്തരം, ആ കച്ചവടം പൊളിഞ്ഞു പോയത് മുഖാന്തരം നീ അനുഭവിക്കുന്ന ദുഃഖത്തെ നിന്റെ മണവാളൻ എൻ്റെ യേശു സന്തോഷമാക്കി മാറ്റും. യേശുവിൻ നാമത്തിൽ ആ സന്തോഷം നീ അനുഭവിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ആമേൻ. നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, സൗഖ്യം തരുന്നില്ല, യേശു എന്നെ കാണുന്നില്ല, ഞാനിതാ വേദനത്തിൽ നിന്ന് ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കുന്നു. മണവാളൻ നിന്റെ രോഗമുഖാന്തരമുള്ള ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റും, നിന്നെ സൗഖ്യമാക്കി നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ മണവാളൻ എൻ്റെ യേശു സന്തോഷത്തെ കൊണ്ടുവരും. യേശുവിൻ നാമത്തിൽ സൗഖ്യത്തോടെ നീ സന്തോഷമായിരിക്കുക. ആമേൻ. താങ്ക് ഗോഡ്. അപ്പോൾ മണവാട്ടിയായി മാറുക, അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എന്തൊക്കെ പ്രശ്നം വന്നാലും പ്രിയരെ, യേശു അല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട. ദുഃഖമുണ്ട്, കഷ്ടമുണ്ട്, ദുരിതമുണ്ട്, കാറ്റും മഴയും ഉണ്ടാകും, മാനം തെളിയും, വീണ്ടും വരും, ഇതൊക്കെ സഹജമാണ്. ഒരു ദിവസം ജോലി ഉണ്ടാകും, പിറ്റേ ദിവസം ജോലി കാണത്തില്ല, രോഗം വരും, എന്നും ഒരുപോലെ ഭർത്താവ് ചിരിച്ച് സംസാരിക്കത്തില്ല, എന്നും ഒരുപോലെ ഭാര്യയ്ക്ക് നിങ്ങളെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഭാര്യയല്ലാതെയും ഭർത്താവല്ലാതെയും ആകാതിരിക്കണം. അങ്ങനെ ഇരിക്കുന്നത് പോലെ ആയിരിക്കണം യേശുവും. എന്തൊക്കെ സംഭവിച്ചാലും അവനിൽ നിന്ന് മാറി നിങ്ങൾക്കൊരു ജീവിതമില്ല. നിങ്ങളുടെ പ്രാണപ്രിയനോടൊപ്പമായിരിക്കണം നിങ്ങളുടെ ജീവിതം. ഈ തീരുമാനത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകുക, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ മണവാളനൊപ്പം നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. ദുഃഖം സന്തോഷത്തിന് വഴിമാറുന്നത് കാണുവാൻ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാകും. അപ്പോൾ കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ പകൽക്കാലം ഇവരുടെ രോഗസൗഖ്യത്തിന്റെ പകൽക്കാലമായി മാറട്ടെ. രോഗികളായി അടിയനെ കേൾക്കുന്നവർ നസ്രായനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മണവാട്ടിയുടെ രോഗത്തെ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. നല്ല വൈദ്യനായ മണവാളൻ ഇപ്പോൾ മണവാട്ടിയുടെ രോഗത്തെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി, രോഗമുഖാന്തരമുള്ള ദുഃഖത്തെ മണവാളൻ സുഖമാക്കുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ. ദുഃഖം മാറി, രോഗം മാറി, ചിലരുടെ ജീവിതത്തിൽ സന്തോഷവും സുഖവും കടന്നു വരുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. രോഗികൾ സൗഖ്യമാകട്ടെ. തൊഴിൽ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ ആ ദുഃഖം മാറിപ്പോകട്ടെ, ആ ദുഃഖകാലം കഴിയട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്ന അവസ്ഥ മാറട്ടെ, ജോലികൾ ഉണ്ടാകട്ടെ, എല്ലാ ദിവസങ്ങളിലും ജോലികൾ ഉണ്ടാകട്ടെ, പുതിയ ജോലികൾ ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ജോലി സംബന്ധമായ പ്രതികൂലങ്ങൾ മാറട്ടെ, ജോലി സ്ഥലത്ത് നിന്ന് അനുഭവിക്കുന്ന നിരാശയും വേദനയും വെല്ലുവിളികളും വിട്ടുമാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഭർത്താക്കന്മാർ ഭാര്യമാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. മദ്യവും കൂട്ടുകെട്ടുകളും തകർത്ത് കളഞ്ഞ കുടുംബജീവിതങ്ങൾ പണിതുയർത്തപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾക്കകത്തെ ദുഃഖം മാറി സന്തോഷം കടന്നു വരട്ടെ. മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് സന്തോഷിക്കട്ടെ, അവരെക്കുറിച്ച് സന്തോഷത്തോടെ സാക്ഷ്യം പറയട്ടെ. സ്വന്തം ഭവനങ്ങളെന്ന വാഗ്ദത്തത്തിലേക്ക് ഇവർ നടന്നു കയറട്ടെ. സ്വന്തം ഭവനങ്ങളിൽ പാർത്തു ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ, വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ, വിൽപ്പനകൾക്ക് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. പുറത്തു വിടാതെ വണ്ണം വഴിയടച്ച് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ മണവാട്ടിക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ. കടഭാരങ്ങൾ മാറട്ടെ. മണവാട്ടിയുടെ ബാധ്യത മണവാളൻ ഏറ്റെടുക്കട്ടെ. താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഈ ദിവസം ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ. മണവാളനൊപ്പം അടിയനെ കേൾക്കുന്നവർ സഞ്ചരിച്ച് മണവാട്ടിക്ക് വേണ്ടി ചെയ്യുന്ന സന്തോഷം അനുഭവിക്കുന്ന ദിവസമായി മാറട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.